റഷ്യക്ക് നേരെ വീണ്ടും ഉക്രൈൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഈ വാർത്ത ഏറെ വൈകിയാണ് റഷ്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ആക്രമണത്തിൻ്റെ സ്ഥിരീകരണം ഇന്ന് ആണ് റഷ്യ ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഉക്രൈൻ സൈന്യം റഷ്യയുടെ കൂക്സിനടുത്തുള്ള അതിർത്തി ഗ്രാമത്തിൽ മിസൈൽ ആക്രമണം നടത്തിയെന്നും ഇതിൽ 2 ഗ്രാമവാസികൾ കൊല്ലപ്പെട്ടതായുമാണ് റഷ്യ അറിയിച്ചത്. റഷ്യൻ വാർത്താ ഏജൻസിയായ RT തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂക്സ് റഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയാണ്. ഈ മേഖലയിലെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീണ്ട ഭൂപ്രദേശത്തേക്ക് ഉക്രൈൻ സൈന്യം അതിക്രമിച്ച് കടക്കുകയും ഇവിടെ മിലിറ്ററി ബേസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൂക്സിൽ നിന്നും ഉക്രൈൻ സൈന്യത്തെ തുരത്തുവാനുള്ള പദ്ധതികൾ തങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിൽ നല്ലൊരു ഭാഗവും ഇതുവരെയുള്ള പ്രത്യാക്രമണങ്ങളിൽ തിരിച്ചുപിടിച്ചതായും റഷ്യ അവകാശപ്പെട്ടു വരുന്നുണ്ട്. ഇതിനിടെ കൂടിയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കൂക്സിലെ ബോൾഷോയ് സിറോവോയുടെ സെറ്റിൽമെൻറ്റ് പ്രദേശത്തെ സൈനിക ബേസിൽ വെച്ചാണ് പ്രദേശത്തെ ഗ്രാമത്തിലേക്ക് ഉക്രൈൻ മിസൈൽ വർഷിച്ചിരിക്കുന്നത്. 500ഓളം നിവാസികളാണ് ഈ ഗ്രാമത്തിൽ താമസിച്ചു വന്നിരുന്നത്. ഉക്രൈൻ പ്രയോഗിച്ചത് ഏതു തരത്തിലുള്ള മിസൈലാണെന്നോ ഏത് രാജ്യത്തിൻ്റെ മിസൈലാണെന്നോ എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെയും റഷ്യ സ്ഥിരീകരിച്ചിട്ടില്ല, പുറത്തുവിട്ടിട്ടില്ല. പ്രധാനമായും കൂക്സ് എന്ന പ്രദേശത്തേക്ക് ഉക്രൈൻ സൈന്യം കടന്നു കയറുമ്പോൾ ഇക്കാര്യം റഷ്യ തിരിച്ചറിഞ്ഞിട്ടും അവരെ തടയാതിരുന്നത് പോലും ചരിത്രപരമായ ഭൂമിശാസ്ത്രപരമായ ഒരു കാരണം ഒന്ന് മാത്രമാണ്. ആ വിഷയം മറ്റൊരു വിഷയമായതുകൊണ്ട് തന്നെ വിശദമായിട്ട് തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അത് സംബന്ധിച്ച് പ്രതിപാദിക്കാം. ആ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഉക്രൈൻ ഈ പ്രദേശത്തേക്ക് കടന്നു കയറിയതും. എന്നാൽ ഒരർത്ഥത്തിൽ റഷ്യക്കുള്ളിൽ കടന്നു കയറിയ ഈ സൈനിക വിഭാഗങ്ങളെ റഷ്യ ഒരു കണക്കിന് വളഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഈ അവസ്ഥയിൽ നിന്നുള്ള മോചനമെന്നോണമാണ് ഉക്രൈൻ്റെ മിസൈൽ ആക്രമണവും ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തോടെ റഷ്യ വീണ്ടും ക്ഷുഭിതാവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും മിസൈലുകൾ റഷ്യക്കകത്ത് പ്രവേശിക്കുകയും റഷ്യക്ക് വലിയ പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യക്കെതിരെ വിദേശ രാജ്യങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ വീണാൽ അവരോട് തങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുമെന്നാണ് റഷ്യ ഇത് സംബന്ധിച്ച് പ്രഖ്യാപിച്ചിരുന്നത്. അതിൻ്റെ ചർച്ചകൾ നടന്നു വന്നുകൊണ്ടിരിക്കെ തന്നെയാണ് ഉക്രൈൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവ്റോവ് വീണ്ടും പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അസ്വീകാര്യമായ ഈ പ്രവൃത്തികൾക്ക് ഉചിതമായ പ്രതികരണം ലഭിക്കുമെന്ന ഞങ്ങളുടെ എല്ലാ മുന്നറിയിപ്പുകളും അവഗണിക്കപ്പെട്ടു. ഇനി യുദ്ധമായി കണ്ട് ഞങ്ങൾ രംഗത്തിറങ്ങിയാൽ അത് കൂടുതൽ അപകടകരമായ അവസ്ഥ ഉക്രൈന് വരുത്തിവെക്കും. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇത് ഓർമ്മ വേണം, തിരിച്ചടിയുടെ കാര്യവും ഓർമ്മ വേണം എന്നുമാണ് റഷ്യ സെർജി ലെവ്റോവിലൂടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഈ പ്രഖ്യാപനം പക്ഷേ ഉക്രൈനോടല്ല എന്ന് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് യൂറോപ്യൻ യൂണിയനോടും ചില രാജ്യങ്ങളോടുമെല്ലാമാണ്. അതേസമയം പിടിച്ചെടുത്ത കൂക്സ് മേഖല വിട്ടു നൽകുന്നത് സംബന്ധിച്ച സമാധാന ചർച്ചയിൽ തങ്ങൾ കാര്യങ്ങൾ ഉന്നയിക്കുമെന്ന വിലപേശൽ രാഷ്ട്രീയ തന്ത്രമാണ് ഉക്രൈൻ ഇപ്പോൾ പയറ്റുന്നത്. എന്നാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് റഷ്യ ആവർത്തിക്കുമ്പോൾ പോലും ശക്തമായ ആക്രമണങ്ങൾ റഷ്യ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യയുമായി ചർച്ചകൾ നടത്താൻ അമേരിക്കക്കോ യൂറോപ്യൻ യൂണിയനോ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റൊരു രാജ്യവും നിലവിൽ സന്നദ്ധമായി മുന്നോട്ട് വന്നിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യ മുൻകൈയെടുക്കുമെന്ന് തോന്നിപ്പിച്ചിരുന്നുവെങ്കിലും നിലവിൽ കാര്യമാത്ര നീക്കങ്ങളൊന്നും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയിട്ടില്ല. ആക്രമണം ആദ്യം, ചർച്ച പിന്നീട് എന്ന മട്ടിലാണ് റഷ്യയുടെ നിലപാടും പ്രവർത്തനവും നടക്കുന്നത്. നിരുപാധികം ഉക്രൈൻ ആയുധം താഴെ വെക്കണമെന്നാണ് റഷ്യയുടെ മനസ്സിലിരിപ്പ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത കാലത്തായി വന്ന ഒരു റിപ്പോർട്ടിൽ ഉക്രൈൻ സൈന്യത്തിലെ 35,700-ലധികം പേർക്ക് റഷ്യ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ചെറുതാണെങ്കിലും ഉക്രൈൻ സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ കൂടി വരുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും സജീവമാണ്. അതുകൊണ്ട് തന്നെ റഷ്യ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു. ആക്രമണാത്മകമായ പദ്ധതികളിലേക്ക് റഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനിടെ തങ്ങളുടെ രാജ്യത്തേക്ക് മുൻപുണ്ടായിരുന്നതിലും വ്യത്യസ്തമായി ഉക്രൈൻ മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ഇനി റഷ്യ വാക്കുകൾ കൊണ്ട് നേരിടുമോ അതല്ല ആയുധം കൊണ്ട് വളരെ ശക്തമായ മറുപടി പറയുമോ എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.